നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഷവർലെറ്റിൻ്റെ തവേര നിയോ, നിയോ2, നിയോ3 വാഹനങ്ങൾ ഓടുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം തവേരയുടെ ചേസിൽ വരുന്ന സെൻറ്റർ ക്രോസ് മെമ്പറാണ്. അതായത് തേർഡ് റോ ക്രോസ് മെമ്പറാണ് ഈ കാണുന്നത്. ഈ സ്പെയറിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് പല വാഹന ഉടമകളും, അതായത് തവേര യൂസ് ചെയ്യുന്ന പല വാഹന ഉടമകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവരോടുന്ന വാഹനത്തിന് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. എന്താണ് കാരണം? പിന്നെ അതുമല്ല, ഈ ഒരു ഭാഗം മൊത്തം 2 പീസായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു പീസുണ്ട്, ഇതിൻ്റെ മുകളിലൊരു പീസുണ്ട്, ഇത് ചേസിൽ നിന്ന് വരുന്ന പീസാണ്. അങ്ങനെ മൊത്തം 3 പീസ് വരുന്നുണ്ട്. ചേസിൽ നിന്ന് വരുന്നത് ഈ കാണുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇതൊരു ഫൗണ്ടേഷനാണ്, ചേസിൽ നിന്ന് വരുന്ന ഫൗണ്ടേഷനാണ്. സെൻറ്ററിൽ ടോർഷൻ ബോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ നോക്കുമ്പോഴറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഏകദേശം 1.25 ലക്ഷം കിലോമീറ്ററാണ് കമ്പനി എല്ലാ സ്പെയറിനും വാറൻറ്റി പറയുന്നത്. 1.25 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. പക്ഷേ വാഹനം ഓടുന്ന ഒരു 99% വാഹന ഉടമകളും, അതായത് തവേര യൂസ് ചെയ്യുന്ന 99% വാഹന ഉടമകളും ഈ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല. ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന സമയത്ത് ആ ടോർഷൻ ബോൾട്ട് മാറിയിടും, അങ്ങ് വാഹനം ഓടും. ഈ കാണുന്നത് ടോർഷൻ ബോൾട്ടിൻ്റെ ബ്രാക്കറ്റാണ്. ഈ കാണുന്നത് ടോർഷൻ ബോൾട്ടിൻ്റെ ബ്രാക്കറ്റാണ്. ഇത് ടോർഷൻ ബോൾട്ടാണ്. ഈ ടോർഷൻ ബോൾട്ടിൻ്റെ ബ്രാക്കറ്റും ടോർഷൻ ബോൾട്ടും ടോർഷൻ ബാറും, ഈ അടി കാണുന്ന ടോർഷൻ ബാറിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ ഒരു ഒറ്റ പീസാണ്. സെൻറ്റർ ക്രോസ് മെമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ പീസാണ് ഇതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഈ ഒരു പീസ് കാലക്രമേണ വാഹനത്തിൻ്റെ വെയിറ്റും ഓടിക്കുന്ന രീതിക്കും അനുസരിച്ച് ഈ ക്രോസ് മെമ്പർ താഴ്ന്നു പോകും, അല്ലെങ്കിൽ ഇത് വെയിറ്റ് കൊണ്ട് ഉള്ളിലോട്ട് വളഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചില വാഹനങ്ങൾ മുൻവശം കുത്തി നിൽക്കുന്നത് അറിയാൻ പറ്റും. പൊതുവേ നിയോ3 വാഹനങ്ങൾ മുൻവശം ചരിഞ്ഞാണ് നിൽക്കുന്നത്, ഒരല്പം കുനിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ചില വാഹനങ്ങൾ നമ്മുടെ ശ്രദ്ധക്കുറവാണ്, ഈ ഒരു ബ്രാക്കറ്റിൻ്റെ പ്രശ്നം ഓവർലോഡ് കയറുമ്പോഴോ അല്ലെങ്കിൽ ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന സമയത്തോ എങ്ങനെ ആയിക്കോട്ടെ, ഇതാണ് ടോർഷൻ ബോൾട്ട്, ഇത് ബ്രാക്കറ്റാണ്, ഇത് സെൻറ്റർ ക്രോസ് മെമ്പർ തേർഡ് റോ ആണ്. ഇത് പൊട്ടുന്ന സമയത്ത്, ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന സമയത്ത് ഇതിനെ രണ്ടാമത് റീസെറ്റ് ചെയ്യും. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും ശരിക്ക് റീസെറ്റ് ചെയ്തില്ലെങ്കിൽ, അതായത് ഇതിൻ്റെ മെഷർമെൻറ്റ് പറയുന്നത്, അതായത് ഫ്രണ്ട് റോ വരുമ്പോൾ 4ഉം പുറകിലത്തെ റോ വരുമ്പോൾ 8.5ഉമാണ് അതിൻ്റെ മെഷർമെൻറ്റ് പറയുന്നത്. ഏറ്റവും പുറകിൽ വരുമ്പം 22.5, അതാണ് ഇതിൻ്റെ കണക്ക്. അതായത് മുൻവശം 4 അല്ലെങ്കിൽ 4.5, പുറകുവശം 8.5, പുറകുവശം വരുമ്പോൾ ഏറ്റവും പുറകു വരുമ്പം 22.5. അങ്ങനെയാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ ഹൈറ്റ്, പൊക്കം വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വാഹനം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ വാഹനം മാക്സിമം താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ കൈയുടെ ആ ഒരു പൊക്കമേ വരത്തുള്ളൂ. നമുക്ക് നോക്കുമ്പോഴറിയാൻ പറ്റും, ഫ്രണ്ട് ക്രോസ് ബാർ, അതിൻ്റെ താഴത്തെ എൻജിൻ കവറും ഇതെല്ലാം താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ വീഡിയോ കാണുന്ന തവേര യൂസ് ചെയ്യുന്ന മെമ്പർമാരും വാഹന ഉടമകളും ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മെഷർമെൻറ്റ്, അതായത് ടോർഷൻ ബോൾട്ടിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് എന്ന് നോക്കണം. അതായത് ഫ്രണ്ട് വീല് ആർച്ചും ടയറും തമ്മിലുള്ള അകലം എത്രയാണ്, അതിൻ്റെ പൊക്കമെന്ന് നോക്കണം. അതുകൂടാതെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ തേർഡ് റോ സെൻറ്റർ ക്രോസ് മെമ്പർ, ഇത് ചരിവുണ്ടോ, അല്ലെങ്കിൽ ഇതിന് താഴ്ന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് പ്രശ്നം വന്നിട്ടുണ്ടോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനെ റിപ്പയർ ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം ഓടുവാൻ ശ്രമിക്കാവൂ.
ടോർഷൻ ബോൾട്ട് ഈ കാണുന്ന ടോർഷൻ ബോൾട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ടോർഷൻ ബോൾട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം അലൈൻമെൻറ്റ് ചെയ്ത് ലെഫ്റ്റും റൈറ്റും അതിൻ്റെ ടയറിൻ്റെ പൊക്കം, വീലാർച്ചും ടയറും തമ്മിലുള്ള അകലം, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് നോക്കി ക്ലിയർ വരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം ഓടുവാൻ ശ്രമിക്കാവൂ. ഏകദേശം വാഹനങ്ങളിലെല്ലാം ഈ ഉള്ളിൽ കാണുന്ന ചേസിൽ നിന്ന് വരുന്ന 2 ബ്രാക്കറ്റ് ഉണ്ട്. ചേസിൽ നിന്ന് ഈ ക്രോസ് മെമ്പർ പിടിക്കുന്ന ബ്രാക്കറ്റ് ഉണ്ട്, അതിലാണ് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും 4 ബോൾട്ട് ഫ്രണ്ടും ബാക്കും 4 ബോൾട്ട് ഈ ഒരു ഇതിലാണ് നിർത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന ബ്രാക്കറ്റ് ശ്രദ്ധയില്ലാതെ നമ്മൾ വാഹനം ഓടുന്ന സമയത്ത് കാലക്രമേണ അത് വളഞ്ഞു പോകും. ഓവർ ലോഡ് കയറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ഓടുമ്പോഴോ കാലക്രമേണ അത് വളഞ്ഞു പോകും. വളഞ്ഞു പോകുമ്പോൾ പറ്റുന്ന എന്താണ്, വണ്ടി കുറച്ചുകൂടെ കുനിഞ്ഞു പോകും, മുന്നിലോട്ട് കുനിഞ്ഞു പോകും. അപ്പോൾ ചിലർ പറയുന്ന ഒരു രീതി, തവേര നിയോ 3 വണ്ടിയെല്ലാം കുനിഞ്ഞാണ് നിൽക്കുന്നത്. ഓക്കെ, അത് സമ്മതിക്കാം. പക്ഷേ ഇതാണ് അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് ആരും നോക്കാറില്ല. അപ്പോൾ ഈ ഒരു ക്രോസ് മെമ്പർ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് കാലക്രമേണ കുറച്ച് നല്ലൊരു സ്പീഡ് ബ്രേക്കറോ ഹമ്പോ ചാടുന്ന സമയത്ത് ഒന്നുകിൽ ഈ കാണുന്ന സൈലൻസർ താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ട് ഗിയർ ബോക്സിൻ്റെ സേഫ്റ്റിക്ക് വെച്ചിരിക്കുന്ന സേഫ്റ്റി കവർ, അതുകൂടാതെ ഫ്രണ്ട് ക്രോസ് ബാർ, ഇതെല്ലാം ഉരഞ്ഞ് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യം എല്ലാ തവേര ഓടുന്ന വാഹന ഉടമകളും ഡ്രൈവർമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പീസിന്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ ഒരു പീസിന് കംപ്ലൈൻ്റ് ഇല്ലെന്ന് നോക്കി ഉറപ്പുവരുത്തണം. ഓരോ പ്രാവശ്യം വാഹനം അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഒരു പീസിന് കംപ്ലൈൻ്റ് ഇല്ല, ഇത് വളഞ്ഞിട്ടില്ല, ഷേക്കില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. അതുകൂടാതെ തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, തവേര യൂസ് ചെയ്യുന്ന ഏകദേശം 95% വാഹന ഉടമകൾക്കും പറ്റിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ടോർഷൻ ബോൾട്ട് പൊട്ടുന്നത്. അതായത് ടോർഷൻ ബോൾട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷനാണ് ടോർഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. വാഹനം ശ്രദ്ധയില്ലാതെ ഓടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പീഡ് ബ്രേക്കറിലോ വലിയ കട്ടറിലോ ചാടുന്ന സമയത്ത് ടോർഷൻ ബോൾട്ട് പൊട്ടിപ്പോവും. അതായത് ഈ കുട പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പൊട്ടുന്ന സമയത്ത് രണ്ടാമത് ഈ ഒരു ടോർഷൻ ബോൾട്ട് റീസെറ്റ് ചെയ്യും. റീസെറ്റ് ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമെന്നത് വാഹനത്തിൻ്റെ അലൈൻമെൻറ്റിൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കാറില്ല ഈ ടോർഷൻ ബോൾട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത്. അതുമല്ല, ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന സമയത്ത് ഈ വാഹനം ഒരു സൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഏതെങ്കിലും ഒരു ഭാഗം വാഹനം കുനിഞ്ഞു പോകും. ഏത് ഭാഗത്തോട്ടാണ് ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന ആ ഭാഗത്തോട്ട് വാഹനം കുനിഞ്ഞു പോകും. കുനിഞ്ഞു പോകുന്ന സമയത്ത് ഈ ബ്രാക്കറ്റിനോ അല്ലെങ്കിൽ ചേസിൽ നിന്ന് വരുന്ന ബ്രാക്കറ്റിനോ, സെൻറ്റർ ക്രോസ് മെമ്പറോ അല്ലെങ്കിൽ ചേസിൽ നിന്ന് വരുന്ന ബ്രാക്കറ്റിനോ ഒരു രീതിയിലുള്ള ഷേക്കും ഇല്ലെന്ന് അത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല, പരമാവധി അത് ശ്രദ്ധിക്കാറില്ല. ടോർഷൻ ബോൾട്ട് റീസെറ്റ് ചെയ്ത് അവരങ്ങ് വാഹനം ഓടാറാണ് പതിവ്. ഇങ്ങനെ പോകുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കിട്ടുവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഈ ടോർഷൻ ബോൾട്ട്, ഇതാണ് ടോർഷൻ ബോൾട്ട്, ഈ കാണുന്നതാണ് ടോർഷൻ ബോൾട്ട്. ടോർഷൻ ബോൾട്ട് എന്ന് പറയുന്നത് മൊത്തം 3 പീസായിട്ടാണ് വരുന്നത്. ചില വാഹനത്തിൽ 4 പീസും വരുന്നുണ്ട്. അതായത് ടോർഷൻ ബോൾട്ട് ഈ ഒരു പീസ്, ഇതിൻ്റെ ഉള്ളിലൊരു പീസ്, ഒരു നട്ട്, അങ്ങനെയാണ് വരുന്നത്. അപ്പോഴും മൊത്തം ചില വാഹനത്തിൽ 3 പീസ് വരും, ചില വാഹനത്തിൽ 4 പീസ് വരും. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ടോർഷൻ ബോൾട്ട് പൊട്ടി അത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും അലൈൻമെൻറ്റ് ചെയ്യണം. അതുകൂടാതെ ഈ ചേസിൽ നിന്ന് വരുന്ന ഈ ഓവലായിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷൻ ചെക്ക് ചെയ്ത് അത് വളവൊന്നുമില്ല അല്ലെങ്കിൽ അതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെന്ന് നോക്കി ഉറപ്പ് വരുത്തണം. അതുകൂടാതെ തന്നെ ഈ സെൻറ്റർ ക്രോസ് മെമ്പർ ഈ ഒരു പോർഷൻ അതും ഷേക്കില്ല, വളഞ്ഞിട്ടില്ല എന്ന് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ്. പല വാഹനത്തിലും ഏകദേശം ഞാൻ കണ്ടിട്ടുള്ള ഏകദേശം വാഹനത്തിലെല്ലാം ഈ ഒരു പോർഷൻ ഷേക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. പിന്നെ പലരും എളുപ്പപ്പണി ചെയ്തു വയ്ക്കും. ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ തവേര, സൈലോ, ഇന്നോവ, അങ്ങനെ എർട്ടിക പോലെയുള്ള വാഹനങ്ങൾക്കൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ
കിടന്ന് ജോലി ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. റാമ്പില്ലാതെ ഈ വാഹനം പണി ചെയ്യാൻ പറ്റില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പരമാവധി പല വർക്ക്ഷോപ്പിലും പലരും ഒഴിവാക്കാറാണ് പതിവ്. അവരെന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും. പക്ഷേ അത് ശരിക്കും നേരെ ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും. ചില വാഹനങ്ങളിലെല്ലാം ഇവിടെയൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ സൈഡിലൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആ പീസിനെ റീപ്ലേസ് ചെയ്തതിന് ശേഷം പുതിയ പീസ് സെറ്റ് ചെയ്യണം. ഇത് വാങ്ങിക്കാൻ കിട്ടും, ഈ ഒരു പീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ചേസിൽ നിന്ന് വരുന്ന ഓവലായിട്ട് വരുന്ന പോർഷനും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ, അതായത് തവേരയുടെ ടോർഷൻ ബോൾട്ട് പൊട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കിട്ടാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കണം. അതായത് ടോർഷൻ ബോൾട്ട് സീറ്റിംഗ് ആണോ കറക്റ്റാണോ എന്ന് നോക്കണം. അതുകൂടാതെ ഈ സെൻറ്റർ ക്രോസ് മെമ്പറും ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ. പിന്നെ ഈ ബ്രാക്കറ്റ് നോക്കണം. ഫ്രണ്ട് വീലാർസിൻ്റെ പൊക്കം ശ്രദ്ധിക്കണം. പുറകിലത്തെ ടയറിൻ്റെയും വീലാർസിൻ്റെയും പൊക്കം ശ്രദ്ധിക്കണം. ഈ കാര്യം പ്രധാനമായും ചെയ്യാനായിട്ട്, അതായത് വീഡിയോ ചെയ്യുവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, മുൻപ് നമ്മുടെ ചാനലിൽ ഒരു തവേര യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി വാഹനത്തിന് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം ഒരു 60% വാഹനത്തിലും ഈ സെൻട്രൽ ക്രോസ് മെമ്പർ കംപ്ലൈൻ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്ക് വരുന്ന ആ കോൾ അനുസരിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് വാഹനം ഓടുന്ന എല്ലാ വാഹന ഉടമകളും, തവേര യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ കംപ്ലൈൻ്റ് ഇല്ലെന്ന് നോക്കി ഉറപ്പ് വരുത്തണം.